ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണു ശാലിനിയോട് പറയുക, ഓടാൻ പറ്റുന്ന പ്രായത്തിൽ ഓടിയില്ലെങ്കിലേ പിന്നെ നമ്മൾ നടക്കാൻ പറ്റാത്ത പ്രായത്തിൽ ഓടേണ്ടി വരും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നോട്ടെ ശാലിനി, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടി അതൊക്കെ അങ്ങ് തോൽപ്പിക്കാടോ. തന്നോടൊപ്പം ഒപ്പത്തിനൊപ്പം ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചോണ്ട് ഞാനുണ്ടടോ എന്നും കൂടെ. ഇനി പോരെങ്കിലോ നമ്മുടെ രണ്ട് പൊന്നു മക്കളും. ഇതിൽ കൂടുതൽ തനിക്ക് എന്താടോ വേണ്ടത്? എനിക്കൊന്നും വേണ്ട വിഷ്ണുവേട്ട, ഈ മനസ്സ് മതി. എന്നെ മാത്രം സ്നേഹിക്കുന്ന ഈ മനസ്സ്, ഇതെന്നും എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഈ ശാലിനി ഈ ലോകം തന്നെ പിടിച്ചടക്കും വിഷ്ണുവേട്ട. അത് കേൾക്കുമ്പോൾ സന്തോഷത്തോടെ വിഷ്ണു ശാലിനി അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. സത്യമോളും പപ്പിമോളും ഇതൊന്നും അറിയുന്നതുമില്ല. അവർ രണ്ടുപേരെയും തകർത്ത് പിടിച്ചിങ്ങനെ എന്തൊക്കെയോ വരച്ചു കൂട്ടുവാണ്. പപ്പിമോള് പറയുന്നു, സത്യേ ഞാൻ എൻ്റെ പടമെല്ലാം വരച്ചു കഴിഞ്ഞു. സത്യ പറയുന്നു, ഞാനും വരച്ചു കഴിഞ്ഞു പപ്പി, എന്തേ കാണട്ടെ എന്ന് പറയുമ്പോൾ പപ്പിമോള് വരച്ചിരിക്കുന്നത് ഒരു ഫാമിലിയാണ്. അച്ഛനും അമ്മയും രണ്ട് മക്കളും. ആഹാ, നീ ഫാമിലി ആണോ വരച്ചിരിക്കുന്നത്? ഞാനും ഫാമിലി തന്നെയാണല്ലോ വരച്ചിരിക്കുന്നത്. എന്നാൽ ഞാനിതിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരെഴുതട്ടെ കേട്ടോ എന്നും പറഞ്ഞ് പപ്പി എഴുതുന്നത് ശ്യാമയെന്നും രോഹിത് എന്നുമാണ്. സത്യ, നീ വരച്ചതിന് ഞാനുണ്ടല്ലോ. പിന്നല്ലാതെ പപ്പി, നിന്നെ ഒഴിവാക്കിയിട്ട് എനിക്ക് വല്ലതും വരയ്ക്കാനാവുമോ എന്നിങ്ങനെ സത്യമോളും പറയുവാണ്. പപ്പി ഉടനെ പറയുക, സത്യ, നമ്മൾ ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളായിരിക്കും. ഒരമ്മ പ്രസവിച്ച മക്കളായിരിക്കും സത്യ നമ്മള്. അതുകൊണ്ടാ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നതെന്നാ എനിക്ക് തോന്നുന്നത്. ശരിയാ പപ്പി നീ പറഞ്ഞത്. എനിക്കും പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ രണ്ടുപേരും കഴിഞ്ഞ ജന്മത്തിലെ ഒരമ്മ പ്രസവിച്ച മക്കൾ തന്നെ ആയിരിക്കുമെന്ന്. അപ്പോഴിതിൽ ചേച്ചി ആരായിരിക്കും, അനിയത്തി ആരായിരിക്കും? നമുക്കത് ചേച്ചിയമ്മോട് തന്നെ അങ്ങ് ചോദിച്ചാലോ. വിഷ്ണു ശാലിനിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുവാണ്. ശാലിനി പറയുക, ഈ നിമിഷവും ഈ ദിവസവും ഒന്ന് അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാ വിഷ്ണുവേട്ട. ഇത്രയും സമാധാനത്തോടെ ഇത്രയും സന്തോഷത്തോടെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇരുന്നിട്ടില്ല. രാത്രിയായി ശാരദാമ്മ തുണിയൊക്കെ മടക്കുക. ശാരദാമ്മ പറയുക, കൊച്ചുങ്ങൾ ഇവിടുന്ന് മാറി നിന്നിട്ട് ഒരു ദിവസമേ ആയുള്ളൂ, പക്ഷെ ഒരു 10 ദിവസമായെന്നാ തോന്നുന്നത്. ഒന്ന് വിളിച്ചാൽ പോലും റേഞ്ച് കിട്ടാത്ത സ്ഥലവാ. എന്തായാലും നാളത്തെ രാത്രി കഴിഞ്ഞിട്ട് അവരിഞ്ഞ് പോരുമല്ലോ. അപ്പോഴൊരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്. കാറിൽ അനൂപും നൂർജഹാനും അവൻ്റെ കൂട്ടുകാരൻ അരുണുമാണ്. അനൂപിനെ നൂർജഹാനെയും അവിടെ ഇറക്കി വിട്ടിട്ട് അരുൺ കാറും എടുത്തങ്ങ് പോവുകയാണ്. അനൂപ് നൂർജഹാനെയും കൊണ്ട് ശാരദാമ്മയുടെ മുന്നിലോട്ട് വരുവാണ്. ശാരദാമ്മ അനൂപിനെ കണ്ടങ്ങ് സന്തോഷത്തോടെ, ആ നീ എന്താടാ ഈ സമയത്ത് എന്ന് പറയുമ്പോൾ നൂർജഹാൻ അവിടെ മറഞ്ഞു നിൽക്കുമായിരുന്നു. വാ, നൂർജഹാനെ അവൻ വിളിക്കുന്നുണ്ട് അകത്തോട്ട്. അനൂപിന്റെ കൂടെ ഒരു ബാഗ് വെക്കെയായിട്ട് നൂർജഹാൻ നിൽക്കുന്ന കണ്ടപ്പോൾ സംഗതി പന്തികേടാണെന്ന് മനസ്സിലാക്കി ശാരദാമ്മ അങ്ങ് ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുവാണ്. എന്താ അനൂപേ, ഈ കൊച്ചിനെയും കൊണ്ട് നീ അസമയത്ത് വന്നത്? അനൂപ് ഭയത്തോടെ കുനിഞ്ഞ മുഖത്തോടെ പറയുന്നു, ശാരദാമ്മേ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അത് കേട്ടതും ശാരദാമ്മ അങ്ങ് അയ്യോ എന്നും പറഞ്ഞ് വായും പൊളന്ന് നിൽക്കുവാണ്. ഇവളുടെ വീട്ടുകാർ ഞങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി 4 പാട് ഓടി നടക്കുക. ശാരദാമ്മേ, ഞങ്ങളെ രക്ഷിക്കണം എന്നും പറഞ്ഞ് അനൂപ് ശാരദാമ്മയുടെ കയ്യെ കയറി അങ്ങ് പിടിച്ചിരിക്കുവാണ്. ശാരദാമ്മ വെപ്രാളത്തോടെ കരഞ്ഞുകൊണ്ട് പറയുക, അനൂപേ, നീ എന്തുറപ്പിലാ ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചത്? നീ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാകാൻ പോകുന്നതെന്ന് നിനക്ക് വല്ല ഊഹവും ഉണ്ടോ? എൻ്റെ പൊന്നുമോനെ, ഈ കൊച്ചിൻ്റെ ആൾക്കാർ ഇതിനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നിന്നെ കണ്ടാൽ അവർ കൊല്ലുവടാ. ശാരദാമ്മ, ഇവൾ ആകപ്പാട് പേടിച്ച് വിറച്ച് നിൽക്കുക. ഞാൻ ശാരദാമ്മ അങ്ങോട്ട് ഓരോന്ന് പറഞ്ഞ് ആദ്യം പിടിപ്പിക്കല്ലേ. ശാലിനി ചേച്ചി ഒന്ന് വിളിക്ക്, ഞാൻ ശാലിനി ചേച്ചിയോട് സംസാരിക്കാം. എടാ, ശാലിനി ഒന്നും ഇവിടെ ഇല്ല. ശാലിനിയും വിഷ്ണുവും കുട്ടികളും ഒക്കെ കൂടെ ടൂറ് പോയിരിക്കുക. അവർ പോയെടുത്താണെങ്കിൽ റേഞ്ച് ഇല്ല, വിളിച്ചാലും കിട്ടത്തില്ല. നാളെ രാത്രി വരുമെന്നാ തോന്നുന്നത്. എൻ്റെ ശാരദാമ്മ, ഈ രാത്രിയിൽ എങ്ങോട്ടും പോകാൻ ഒരു മാർഗവും ഇല്ല എന്നും പറഞ്ഞ് വീണ്ടും അനൂപ് ശാരദാമ്മയുടെ കൈക്ക് പിടിച്ച് തൊഴുവാണ്. ഈ സമയത്ത് ഞങ്ങളെ രക്ഷിക്കാൻ ശാരദാമ്മയല്ലാതെ വേറെ ആരുമില്ല. മോനെ അനൂപ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ നൂർജഹാൻ പറയുക, രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതിനു മുമ്പേ വീട്ടുകാർ അറിഞ്ഞുപോയി. മോളെ, അതിനിത് എൻ്റെ മാത്രം വീടല്ലല്ലോ, ജില്ലാ കളക്ടർ താമസിക്കുന്ന വീടാ. എന്തെങ്കിലും ഒരു കേസ് ഇതിൻ്റെ പേരിൽ ഉണ്ടായാൽ അവളോടൊന്ന് ചോദിക്കാതെ എങ്ങനെയാ ഞാനിതിനൊരു തീരുമാനം പറയുന്നത്? അനൂപ് കരഞ്ഞോണ്ട് പറയാ, ശാരദാമ്മ, ഒരേ ഒരു ദിവസം മാത്രം ഇവളെ ഇവിടെ താമസിപ്പിച്ചാൽ മതി. ഈ വീട്ടിലോട്ടൊന്നും ആരും അന്വേഷിച്ച് വരില്ല ശാരദാമ്മേ. ഞാൻ നാട്ടിൽ പോയി എല്ലാം ശരിയാക്കിയിട്ട് ഇവളെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ഇടാ അനൂപേ, നീ എന്നെ കുഴപ്പിക്കല്ലടാ. ശാരദാമ്മേ, പ്ലീസ് ശാരദാമ്മേ, എന്നെ രക്ഷിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് അനൂപ് അങ്ങ് കരയുവാണ്. വേറെ ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടല്ലേ. ശാലിനി ചേച്ചി എന്തുവായാലും നാളെ വരുമല്ലോ, അപ്പോൾ പറഞ്ഞ് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. സ്നേഹിച്ചു പോയി വേർപിരിയാൻ വയ്യാത്ത വിധം
ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയെ കൊണ്ട് ഇത് എത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നൂർജഹാനും കരയുവാണ്. നൂർജഹാൻ പൊട്ടിക്കരഞ്ഞോണ്ട് ശാരദാമ്മയുടെ കാൽപാദത്തിലോട്ട് വീഴുവാണ്. എന്നെ രക്ഷിക്കണം, സ്വന്തം മകളായിട്ട് കരുതണം. ഇന്ന് എൻ്റെ വീട്ടുകാരുടെ കയ്യിൽ എന്നെ കിട്ടിയാൽ എൻ്റെ മയ്യത്തായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്. മോള് കരയാതെ, മോളെ എഴുന്നേക്ക്, ഞാനൊന്ന് ശാലിനിയെ വിളിച്ച് നോക്കട്ടെ. ശാലിനിയെ വിളിക്കാൻ നോക്കിയിട്ട് അവിടെ റേഞ്ചും കിട്ടുന്നില്ല. എടാ കിട്ടുന്നില്ലല്ലോടാ അവളെ വിളിച്ചിട്ട്. ശാരദാമ്മയ്ക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. എൻ്റെ അമ്മയുടെ മുൻപിലോട്ട് ഇപ്പൊ എനിക്ക് നൂർജഹാനെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാ. അമ്മയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അനുകൂലമായ ഒരു നടപടി ഉണ്ടാകണമെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു 2 ദിവസത്തെ സാവകാശം വേണം. ശാരദാമ്മ പ്ലീസ് എന്നും പറഞ്ഞ് രണ്ടുപേരും കരയുവാണ്. ശാരദാമ്മ അവരുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാനും പറ്റുന്നില്ല. ശരി, ഞാൻ ഇന്ന് ഒരേ ഒരു ദിവസം മാത്രം നിങ്ങളെ ഇവിടെ നിർത്താം കേട്ടോ. ഈ അസമയത്ത് ഈ പെങ്കൊച്ചിനെയും കൊണ്ട് ഇറക്കി വിടാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് മാത്രമാ ഈ ശാരദാമ്മ ഇതിന് സമ്മതിക്കുന്നത്. നാളെ എന്തുവായാലും വേറെ വഴി നോക്കിക്കണം. അത് ശാരദാമ്മ ഉറപ്പായിട്ടും ഞാൻ നോക്കിക്കോളാം. അനൂപേ മോനെ ഉറപ്പാണല്ലോടാ, എന്നെ കുഴപ്പിക്കല്ലേടാ. ഇല്ല ശാരദാമ്മേ. പോലീസ് സ്റ്റേഷനിൽ സ്വർണം നഷ്ടപ്പെട്ട അച്ഛനും മകളും അങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. ആ അച്ഛൻ എന്തോ അസ്വസ്ഥതയൊക്കെ തോന്നുന്നുണ്ട്. എന്താ അച്ഛന് നെഞ്ചുവേദന എടുക്കുന്നുണ്ടോ? വെള്ളം വല്ലതും കുടിക്കണോ? വേണ്ട മോളെ, എനിക്കിപ്പോ ഒന്നും ഇറങ്ങത്തില്ല. അച്ഛൻ വിഷമിക്കാതെ, നമ്മളുടെ ഈ അലച്ചിലിന് എന്തെങ്കിലും ഒരു ഫലം കിട്ടാതിരിക്കില്ല അച്ഛ. ആ ഒരൊറ്റ ഉറപ്പിലാ മോളെ അച്ഛനും ഇങ്ങനെ നിൽക്കുന്നത്. ആ സമയത്ത് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്. ദൈവമേ, അതിലെന്ന് ഇറങ്ങുന്നത് ആരാ? ചന്ദ്രബോസിനോട് ആ കൊച്ചിന്റെ അച്ഛൻ പറയാ, സാറേ എന്ന് വിളിക്കുമ്പോഴേ എന്താടോ എന്ന് ചോദിക്കുക. ഇതെന്റെ മകളാണ്, എൻ്റെ മോളുടെ കല്യാണമാണ്. പക്ഷെ കല്യാണത്തിനായി എടുത്തോണ്ട് വന്ന ആഭരണങ്ങൾ ഒരു ഓട്ടോയിൽ വെച്ച് മറന്നുപോയി. 30 പവനുണ്ടായിരുന്നു സാറേ. ഇവിടുത്തെ സാറന്മാർ അത് അന്വേഷിക്കാനായിട്ട് പോയിട്ടുണ്ട്. എടോ ഇതൊക്കെ സൂക്ഷിക്കേണ്ടേടോ. ആ കൊച്ചു പറയുന്നത്, സാറേ ആ ഓട്ടോക്കാരനെ കിട്ടിയാൽ തരാൻ പോവല്ലയോ. ഇപ്പൊ സ്വർണത്തിന് മനുഷ്യനേക്കാ വിലയാ. തട്ടിപ്പറിച്ചെങ്ങാനും കൊണ്ടുപോയതാണെങ്കിലേ 2 അടി കൊടുത്ത് ചോദിക്കെങ്കിലും ചെയ്യായിരുന്നു. ഇതിപ്പം നമ്മുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുമ്പോഴേ ചോദിക്കുന്നതിനും തല്ലുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. ഇതൊന്നും നിങ്ങളെ നിരാശരാക്കാനായിട്ട് പറഞ്ഞതല്ല. എന്തായാലും അവർ പോയിട്ടുണ്ടല്ലോ, അവർ വരട്ടെ. സാറേ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം ഞാനിനി എന്ത് ചെയ്യും സാറേ? എടോ സ്വർണം കൊണ്ട് കളഞ്ഞിട്ട് താൻ എന്നോടാണോ ചോദിക്കുന്നത്? അന്വേഷിക്കട്ടെ, കിട്ടിയെങ്കിൽ തരാന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് ചന്ദ്രബോസ് അവരുടെ നേരെ അങ്ങ് ചൂടാകുകയാണ്. ചന്ദ്രബോസ് സ്റ്റേഷനകത്തോട്ട് വന്ന് ആ പോലീസുകാരോട് ചോദിക്കുന്നു, ആ പുറത്തു നിൽക്കുന്നവരുടെ കേസ് എന്താ? സാറേ ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് വാങ്ങിച്ച സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത്. അതൊരു ഓട്ടോറിക്ഷയല്ല വെച്ചതെന്നാ പറയുന്നത്. എന്നിട്ട് ആ ഓട്ടോറിക്ഷക്കാരനെ കിട്ടിയോ? ഇല്ല സാറേ, കിട്ടിയില്ല. പക്ഷെ അന്വേഷിച്ചപ്പോൾ മറ്റൊരു കാര്യം അറിയാൻ കഴിഞ്ഞത്. അയാളുടെ ഭാര്യ ജില്ലാ കളക്ടറാ സാറേ. അത് കേട്ടപ്പോൾ ചന്ദ്രബോസിന്റെ മനസ്സിലൊരു ലഡ്ഡു പൊട്ടി. ജില്ലാ കളക്ടറോ? അതെ സാറേ. അത് കേട്ടപ്പോൾ ഞങ്ങളും ഒന്ന് ഞെട്ടി. ചന്ദ്രബോസ് എന്നിട്ട് പറയാ, ഭാര്യയുടെ പേര് ശാലിനി വിഷ്ണു, ഭർത്താവിൻ്റെത് വെറും വിഷ്ണു അല്ലേടോ? അതെ സാറേ. എന്നിട്ടിപ്പോ ഈ ഭാര്യയും ഭർത്താവും എവിടെ ഉണ്ട്? അവരേതോ ഫാമിലി ടൂർ പോയിരിക്കുവാന്നാ സാറേ അറിഞ്ഞത്. മനസ്സിൽ പറയുവാണ് ചന്ദ്രബോസ്, എടാ വിഷ്ണു, ഞാൻ കഴിഞ്ഞ ജന്മം ഏതോ ഒരു വേട്ടക്കാരനും നീ ഏതോ ഒരു കാട്ടുമൃഗമായിരുന്നടാ. അല്ലെങ്കിൽ ഇതുപോലെ നിന്നെ വേട്ടയാടാനുള്ള അവസരം എനിക്ക് ഒത്തു വരില്ലല്ലോടാ. എൻ്റെ സർവേശ്വരൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഒപ്പിച്ചെൻ്റെ മുന്നിൽ കൊണ്ട് തരുമ്പോൾ അതെങ്ങനെയാടാ വിഷ്ണു ഞാൻ പുറംകാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുന്നത്? ഞാൻ ഇതിനി അങ്ങോട്ട് ശരിയാക്കി തരാടാ നിനക്ക്. എടോ ആ പുറത്തു നിൽക്കുന്ന പെൺകുട്ടി അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചേ എന്നും പറഞ്ഞ ആ പോലീസുകാരനോട് പറയുവാണ്. ആ പെൺകുട്ടി അച്ഛനും അകത്തോട്ട് വരുമ്പോൾ ചന്ദ്രബോസ് പറയുക, ഈ കേസേ അങ്ങനെ എനിക്ക് അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതങ്ങോട്ട് അങ്ങ് ഏറ്റെടുക്കുക. ആ ഓട്ടോയിലാണ് നിങ്ങൾ സ്വർണം വെച്ച് മാറുന്നതെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീണ്ടെടുത്ത് തന്നിരിക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യത്തോടെ ഇരുന്നോ. ചന്ദ്രബോസ് അങ്ങനെ മനസ്സിൽ വിഷ്ണുവിനോടുള്ള പ്രതികാരങ്ങളെല്ലാം വെച്ച് ഭയങ്കരമായിട്ട് എന്തോ അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ശാരദാമ്മ അനൂപിനും നൂർജഹാനും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തോണ്ട് പറയുന്നു, ഈ പ്രേമം എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അത് ഏത് മാതാപിതാക്കളെയും കുഴപ്പിക്കുന്ന ഒന്നാ കേട്ടോ. പഠിപ്പിച്ച് വളർത്തി നല്ലൊരു വഴിക്ക് എത്തിക്കാൻ നോക്കുമ്പോഴാ എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെയുള്ള കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. പിന്നെ അവർക്ക് വേറെ സ്വഭാവമാ. ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ അവർ പടിക്ക് പുറത്ത്. ഇന്നലെ കണ്ട പെണ്ണായാലും ആണായാലും അവരകത്തുമായിരിക്കും. ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഇവർ മനസ്സിലാക്കുന്ന എപ്പോഴാണെന്നറിയാവോ? ഇവർക്കൊക്കെ ഒരു മകനോ മകളോ ഉണ്ടായി അവരിതുപോലൊക്കെ കാണിക്കുമ്പോഴാണ്. ശാരദാമ്മയുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. അയ്യോ, നിങ്ങളെ രണ്ടുപേരെ ഉദ്ദേശിച്ചല്ല ഞാനീ പറഞ്ഞത്, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഈ ഒളിച്ച് കല്യാണം കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം, അവർക്കൊരു കുട്ടി പിറക്കുമ്പോൾ ഈ പിണങ്ങി നിൽക്കുന്ന മാതാപിതാക്കളൊക്കെ അവർക്ക് അടുത്തങ്ങ് എത്തുമെന്ന്.
അതിന്റെ കാരണം എന്താന്ന് നിങ്ങൾക്കറിയാവോ? എത്ര വഴക്കും ശത്രുതയൊക്കെ ആണെങ്കിലും പൂർണ്ണമായി അകന്നു പോകുന്നത് മക്കൾ മാത്രമായിരിക്കും. മാതാപിതാക്കൾ അങ്ങനെയാണ്. അവരെത്രയ്ക്ക് ആയാലും അകന്നു പോകില്ല. അവരെ എത്രയൊക്കെ നിങ്ങൾ അകറ്റി നിർത്താൻ ശ്രമിച്ചാലും അവർ പോവില്ല. അവരുടെ ഭൂമിയാണെന്നും അവർ വെച്ച വീടാണെന്നും അങ്ങനെയൊക്കെ ഓരോരോ കാരണങ്ങൾ വെറുതെ പറഞ്ഞ് അവരങ്ങനെ അങ്ങ് നിൽക്കും. അവരങ്ങനെ നിൽക്കുന്നതേ സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല, ആ മക്കളെ മോഹിച്ചിട്ടാണ്. അവസാന സമയത്തെ മക്കളുടെ മുഖം കണ്ട് മരിക്കാനുള്ള അവരുടെ ഒരു ആഗ്രഹം അതൊരു സത്യമാണ്. അതാണ് നമ്മളുടെ അച്ഛനും അമ്മയും. ശരിയാ ശാരദാമ്മയെ പറഞ്ഞത്. ഞാനിവിടെ ഇരിക്കുന്നെങ്കിലും എൻ്റെ മനസ്സ് മുഴുക്കൻ എൻ്റെ ബാപ്പിച്ചിയുടെ അടുത്താണ്. അനൂപിനെ ഞാൻ നിക്കാഹ് കഴിക്കുന്നതിൽ എൻ്റെ ബാപ്പിച്ചിക്ക് എതിർപ്പൊന്നുമില്ല. എന്നാൽ ഇതിന് എതിർപ്പുള്ളത് ബാപ്പിച്ചിയുടെ പെങ്ങളുടെ മകൻ നസീറിക്കയാണ്. നസീറിക്കയ്ക്ക് എന്നെ കെട്ടണം. അതിന് നസീറിക്കയുടെ ബാപ്പയും ഇതിന് കൂട്ടുനിൽക്കുവാണ്. വയ്യാതെ കിടക്കുന്ന എൻ്റെ ബാപ്പിച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനൂപ് പറയുക, ഈ നസീറും അവൻ്റെ ഗുണ്ടകളുമാ ശാരദാമ്മേ ഞങ്ങളെ ഇട്ട് നെട്ടോട്ടം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നസീറിനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല, അതിനുള്ള ബുദ്ധിയും അവനില്ല. പിന്നെ ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ല. ശാരദാമ്മ പറയാ, നിങ്ങളിപ്പോ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം ശരി തന്നെ, പക്ഷേ വീട്ടുകാരറിഞ്ഞ് വിവാഹം കഴിപ്പിക്കുന്നത് വരെ നിങ്ങൾ ഒരുമിച്ച് കഴിയണ്ട. ആ ഒരു മര്യാദയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് കാണിക്കണം. അതുകൊണ്ട് നൂർജഹാനെ, മോൾ ഇന്ന് എൻ്റെ കൂടെ കിടന്നാൽ മതി എന്നിങ്ങനെ ശാരദാമ്മ പറയുവാണ്. നൂർജഹാൻ പറയുക, അതെല്ലാം ശാരദാമ്മ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തോളാം. കാരണമേ, നിക്കക്കള്ളി ഇല്ലാതെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്കൊരാശ്രയം തന്നത് ഇവിടെയാണ്. ഇത് ഞങ്ങൾ ഈ ജന്മത്തിൽ മറക്കില്ല. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കുക. എടാ അനൂപേ, നീ നാളെ ആരോ കാണാൻ പോകുന്നെന്ന് പറഞ്ഞല്ലോ. അമ്മയെ കണ്ടുപോയി കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. ഇവളെ എന്തുവായാലും ഇനി ഇവളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. എന്തായാലും നാളെ രാത്രിയോടെ ശാലിനി എത്തും. അതിനുശേഷം എന്ത് തീരുമാനം വേണമെങ്കിലും നീ എടുത്തോ. എന്തായാലും നിങ്ങൾ ഒരുപാട് ഓട്ടോ ഒക്കെ ഓടിയതല്ലേ, ആ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ഭക്ഷണമൊക്കെ അങ്ങോട്ട് നിറച്ച് കഴിക്കും കേട്ടോ. ശാരദാമ്മ അകത്തോട്ട് പോകുമ്പോൾ അനൂപ് നൂർജഹാനോട് പറയുന്നു, എനിക്ക് എൻ്റെ അമ്മയെക്കാളും കൂടുതൽ ഇഷ്ടം ശാരദാമ്മയാണ്. എന്താന്നോ അതിൻ്റെ കാരണം? ശാരദാമ്മയ്ക്ക് എല്ലാവരെയും സ്നേഹിക്കാനേ കഴിയും. ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ നമ്മളെ അകത്ത് കയറ്റിയതും നമുക്ക് ഭക്ഷണം തന്നതും നമുക്കകത്ത് കിടക്കാനുള്ള സൗകര്യം തന്നതും എല്ലാം ആ സ്നേഹത്തിൻ്റെ പേരിൽ മാത്രമാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നൂറെ, ഇത്രയും സ്നേഹമുള്ള ഈ ശാരദാമ്മയെ വിട്ടിട്ട് എന്തിനാ അച്ഛൻ എൻ്റെ അമ്മയുടെ പുറകിനെ പോയെന്ന്. നൂറെ, താൻ ധൈര്യത്തെ ഭക്ഷണം കഴിക്കുക. ഈ വീട്ടിൽ നിന്ന് ഒരു നസീറും തന്നെ വന്ന് പിടിച്ചോണ്ടിറക്കി പോവില്ല. പിള്ളച്ചേട്ടൻ രാഘവൻ ചേട്ടനോട് പറയുക, വിഷ്ണു കുഞ്ഞിനോട് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് പറയാന്ന് വിചാരിക്കാൻ യാതൊരു മാർഗവും ഇല്ലല്ലോ, റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണല്ലോ പോയിരിക്കുന്നത്. രാഘവേട്ടൻ പറയുക, ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടാത്തത് കൊണ്ടാണ് തന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പിന്നെ താൻ തന്നെ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എടോ പിള്ളേ, പ്രശ്നങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നൂലാമാലകളെ പോലെ വന്നോണ്ടിരിക്കുക. ഇതിനെയൊക്കെ തരണം ചെയ്യാൻ നമുക്ക് മാത്രമേ കഴിയൂ. രാഘവൻ സാറ് വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷയിപ്പിക്കേണ്ടെന്നേ ഞാൻ പറയും. എന്നിങ്ങനെ പറഞ്ഞു തീരുന്നതിന് മുമ്പേ നമ്മുടെ ചന്ദ്രബോസും ഗ്യാങ്ങും വേറെ ഒരു പോലീസ് ജീപ്പ് നിറച്ച് പോലീസുകാരും എല്ലാവരോടും അങ്ങോട്ട് കയറി വരുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ചന്ദ്രബോസ് ഈ കേസ് ഏറ്റെടുത്തപ്പോൾ തന്നെ നമുക്കറിയാം വിഷ്ണുവിന് എന്തൊക്കെ പണി കൊടുക്കാവോ ആ പണികളൊക്കെ അവൻ കൊടുത്തിരിക്കുമെന്ന്. ഇപ്പൊ അവൻ ഇങ്ങോട്ട് വന്ന് ആ ഓട്ടോറിക്ഷ തല്ലിപ്പൊളിക്കുവോ, ഈ പാവൻ രാഘവേട്ടനെ ഇനി പിടിച്ചോണ്ട് പോവോ എന്നൊന്നും അറിയില്ല. എന്തുവായാലും ചന്ദ്രബോസ് അവന്റെ പ്രതികാരം ഇവിടെ കാണിക്കും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.